ഇത് ചാന്ദിനി, പ്രായം 29, ബുധനാഴ്ച 26. ശാന്തിനി എന്നാണ്. ശാന്തിനി 26 വയസ്സ്, ബുധനാഴ്ച ഉച്ചയ്ക്ക് വായ്പ കെടുക്കൾ അടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വന്തം ജീവൻ ഒടുക്കിയ ഒരു പെൺകുട്ടി. 2 കുട്ടികളുടെ മാതാവാണ് ഈ ചെറുപ്പക്കാരിയായ പെൺകുട്ടി എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ അവളുടെ മുഖം കാണുമ്പോൾ നമുക്ക് തന്നെ ഏറെ സങ്കടവും ദുഃഖവും തോന്നുന്നുണ്ട്. ഓടക്കാലി അവളുടെ വീടിന് മുന്നിലാണ്, അശ്വമന്നൂർ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അമ്മയും ഭർത്താവും അമ്മായിയമ്മയും ഒക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഏറെ സങ്കടമുള്ളൊരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് മനസ്സിലാവും, വെറും 26 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എന്താണ് ശാന്തിനിക്ക് സംഭവിച്ചത്? എനിക്കറിയില്ല. ലോണൊക്കെ അടയ്ക്കാനുള്ള കാര്യം അവൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. വർക്കിന് പോകുമ്പോ കിട്ടുന്ന പൈസയൊക്കെ ലോൺ അടയ്ക്കും. എന്ത് ജോലിയാ ചെയ്തിരുന്നത്? അവള് കാറ്ററിങ്ങിന്റെ സർവീസാണ്. പിന്നെ ചക്കപ്പണിക്ക് പോകും. അങ്ങനെ പണികൾക്കൊക്കെ പോകുന്ന. ഞാൻ അന്ന് വിളിച്ചപ്പോ എടുത്തില്ല, അവള് ഫോൺ എടുത്തില്ല. അന്ന് രാവിലെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ വിളിച്ചില്ല രാവിലെ. ഞാൻ തൊഴിലുറപ്പിന് പണിക്ക് പോകുന്ന കാരണം എനിക്ക് രാവിലെ വിളിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ 10 മണിക്ക് ഞങ്ങള് ചായ കുടിക്കാൻ കയറിയപ്പോ വിളിച്ചു കഴിഞ്ഞപ്പോ ഫോൺ എടുത്തില്ല. പിന്നെ ചോറിനാ വീട്ടിലേക്ക് വന്ന വഴി എന്റെ നാടിന്റെ ഒരു ചേച്ചിനെ കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ശാന്തിനി പൈസ അടച്ചിട്ടില്ല, വിളിച്ചിട്ട് എടുക്കണല്ലോ ശാന്തിനീനെ, വിഷ്ണുവിനെ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു. അഖില പൈസ അടയ്ക്കാനുള്ളത് എന്തോ വായ്പ, എന്തോ ലോൺ എടുത്ത എന്താണ്ട് അടയ്ക്കാമെന്ന് പറഞ്ഞു. എന്തിനാ ലോൺ എടുത്തെന്തെങ്കിലും അറിയാവോ? അവര് എന്റെ നാട്ടിൽ നിന്ന് എടുത്തേക്കണത്. ശാന്തിനി എന്റെ നാട്ടിൽ നിന്നുണ്ട്, പക്ഷെ ഇവരെടുത്തേക്കണ ഗ്രൂപ്പിലല്ല. ശാന്തിനി വേറെ ഗ്രൂപ്പാണ്. എന്റെ അടുത്ത് രാവിലെ അവള് വിളിച്ചില്ല. ഞാൻ വിളിച്ചു, പക്ഷെ വേറെ കോളിലാണെന്നാ അന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചുമില്ല. അമ്മ എപ്പോഴാ ഇത് അറിയുന്നത്? 12 മണിയായി. 12 മണിയായപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്ന വഴിക്കാണ് എന്റെ നാട്ടിലെ ചേച്ചിനെ കണ്ടത്. എന്റെ നാടിന്റെ ചേച്ചി. എന്റെ നാടെന്ന് പറയുന്നത് ഈ ലോൺ എടുക്കണ ഇവരൊക്കെ ആദ്യമേ എടുത്തതാ. എത്ര രൂപ വായ്പ എടുത്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും അറിയാവോ? 50,000 രൂപയെന്ന് തോന്നുന്നു. ആയിരിക്കും 50,000. അവര് വന്ന് ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ഇല്ല, ഇവള് അടയ്ക്കാറുണ്ട്. അപ്പൊ ഒരിക്കൽ വന്നു കഴിഞ്ഞപ്പോ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ശാന്തിനി പൈസ അടച്ചില്ലല്ലോ ഈ ആഴ്ച, ശാന്തിനെ വിളിച്ചിട്ട് എടുക്കല്ല, വിഷ്ണുവിനെ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു. അഖില പൈസ അടച്ചിട്ടില്ല. പിന്നെ വേറൊരു ചേച്ചിയുടെ പേര് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഓർക്കല്ല. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച വന്നപ്പോ ചേട്ടന്റെ അടുത്ത് ആ സ്ത്രീ, എന്റെ നാടിന്റെ ലോണ് കൊടുത്തതാണ് ചേച്ചി, ശാന്തിനി പൈസ അടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അവരുടെ കൂടെയുള്ളവര് പൈസ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അവക്കടെ കൂടെ ഒപ്പിടാനൊന്നിനും ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഇളയ മോൻ ശാന്തിനീനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങള് ലോൺ എടുത്തേക്കണേ വെറുതെ ഇവിടെ വഴക്ക് കേൾക്കണോ ഞങ്ങളെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ശാന്തിനീനെ വിളിച്ചു, എടി നിങ്ങൾ പൈസ അടയ്ക്കാത്ത എന്തേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഈ ആഴ്ച മാത്രം അടയ്ക്കാത്തുള്ളൂ, അഖില ചേച്ചിക്ക് അടയ്ക്കാത്തേ എന്ന് പറഞ്ഞു. അവരെന്നെ ഇങ്ങനെ പറ്റിക്കൂന്ന് ഓർത്തില്ല എന്ന് പറഞ്ഞു. അവര് പൈസ അടയ്ക്കാറില്ല, 2-3 ആഴ്ച അവര് പൈസ അടച്ചിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോളൂ. ഇത് വിഷ്ണുവിന്റെ ചാന്ദിനിയുടെ അമ്മായിയമ്മ ഇവിടെയല്ലേ സ്ഥിരം താമസിച്ചിരുന്നത്? അപ്പൊ ഇവിടെ എങ്ങനെ ബാങ്കുകാരോ ആരെങ്കിലും ഒക്കെ വരാറുണ്ടായിരുന്നോ? ഇവിടെ ലോൺ പൈസക്ക് വരാറുണ്ട്. ഇസാഫിൻ എന്ന് പറഞ്ഞൊരു ലോൺ എടുത്തതിന്റെ വരാറുണ്ട്. പിന്നെ മുത്തൂറ്റിന്റെ വരാറുണ്ട്. അവര് വന്നിട്ട് എന്തെങ്കിലും ഭീഷണി? ഞാനുള്ളപ്പോ ഒന്നും വന്ന് അങ്ങനെയൊന്നും പറയാറില്ല. ലോൺ അടയ്ക്കണമെന്ന് മാത്രമേ ലോൺ അന്നേരമൊക്കെ പൈസ അടയ്ക്കാറുണ്ട്. എന്താ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം? ഒന്നും അറിയില്ല. ഞാൻ രാവിലെ ഇവിടുന്ന് പണിക്ക് പോയതാ. ഞാൻ വീട്ടുപണിക്ക് പെരുമ്പാവൂർ പോവായിരുന്നു. അപ്പോഴും മോളും മക്കളെ കൂടി പല്ല് തേച്ചുകൊണ്ട് നിൽക്കണ്ട്. കൊണ്ടുവന്നില്ല. ഞാൻ അറിയുന്നു. രാവിലെ പോകുമ്പോ ഇല്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രേമിച്ച് ബാങ്ക് വെച്ച് വന്നവരാണ്. അതെ.
എങ്ങനെയായിരുന്നു ശാന്തിനി വീട്ടിലൊക്കെ? ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇന്നുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞങ്ങളും കൂടെ വാക്ക് തീർക്കാൻ പോലും പറഞ്ഞിട്ടില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? സാമ്പത്തികമായിട്ട് ഇപ്പൊ ഇവര് ലോൺ എടുക്കുക എന്നൊക്കെ ചെയ്ത പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. ഭർത്താവിനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? ഈ അവസരത്തിൽ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്കും. എന്നാലും എന്താ ഭാര്യയ്ക്ക് സംഭവിച്ചെന്ന് എന്തെങ്കിലും അറിയാമോ? കറക്റ്റ് അറിയില്ല, ഞാൻ ഇവിടെ ഉണ്ടായില്ല ശരിക്കും. ഞാൻ വേറെ സ്ഥലത്ത് പോയിക്കുമായിരുന്നു. ലോൺ അടയ്ക്കാൻ ഉണ്ട്. അപ്പൊ ആൾക്കാർ ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഈ സാഫില മേഡം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പൈസ ബാക്കി എല്ലാവരും അടച്ച് ഞങ്ങളുടെ അടയ്ക്കാണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന പൈസ ഇപ്പൊ കൊണ്ടുവരാം. ഒരാഴ്ചയില് 2000 പിന്നെ അപ്പൊ അതടയ്ക്കാനായിട്ട് അപ്പൊ പൈസ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പോയായിരുന്നു. പൈസ അപ്പൊ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആവുമെന്ന് പറഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും മോശമായിട്ട് ഇല്ല. അന്നേരം ഞാൻ വന്നപ്പോ ഒന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു. വേറെ ഇവിടെ ഇരിക്കുമായിരുന്നു, കസേരയിലിരിക്കുമായിരുന്നു. വേറെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ എങ്കിൽ 3 മണിയാകുമ്പോഴത്തേക്കും പൈസ റെഡി ആവും. അപ്പൊ പുള്ളിക്കാരത്തിനെ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. വേറെ കൂട്ടുകാരന്റെ ഫോണിൽ നിന്ന് വിളിച്ചത്. അന്നേരം ഫോൺ എടുത്തില്ല. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വരാൻ നേരത്താണ് ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കുന്നത്, പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. എങ്ങനെയാ? വീട്ടിലാരെങ്കിലും ഉണ്ടായിരുന്നോ ആ സമയത്ത്? മക്കളോ? മക്കളെ സ്കൂളിൽ പോയിക്കോർന്നു. വേറെ ആരും ഇല്ല, ഒന്നും ചെയ്തില്ല. ഈ വായ്പയുടെ ഈ തിരിച്ചടവ് മുടങ്ങിയത് അതിന്റെ വിഷമത്തിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ആയിരിക്കാം, കറക്റ്റ് അതിന്റെ ആണ്. ഈ എന്താ നിങ്ങൾക്ക് ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ കാരണം? എന്തെങ്കിലും ബിസിനസ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞങ്ങള് ലോൺ ആദ്യം എടുത്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചിലത് അടയ്ക്കാത്താവുമ്പോ വേറെ ലോൺ ആരെങ്കിലും പറയുമ്പോ വെക്കും. അങ്ങനെ വേറെ ഇതുണ്ടായില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 7 വർഷം. എത്ര മക്കളാ? 2 പേര്. എത്ര വയസ്സായി അവർക്ക്? ഒരുത്തിന് 6 വയസ്സും ഇളയതിന് 3 വയസ്സും. ഈ ഇളയാളിന് എത്ര വയസ്സായി? 3 വയസ്സ്. ഈ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തതിന്റെ എന്തെങ്കിലും മനോവിഷമോ സങ്കടമോ ഒക്കെ പറയാറുണ്ടായിരുന്നു? പൈസ അടയ്ക്കാല്ലാത്തപ്പോ ഇങ്ങനെ പറയും. പൈസ അന്നേരം കൊണ്ട് ഇടയ്ക്ക് അടയ്ക്കും. ഇടയ്ക്ക് ചിലപ്പോ താമസം വരാറുണ്ട് ഇടയ്ക്ക്. എന്താ ജോലി? ഞാൻ വണ്ടി ഓടിക്കുക, കാറ്ററിംഗില്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടോ ബിസിനസ്? ഇല്ല, ഒന്നുമില്ല. അപ്പൊ അവിടെ ഇടയ്ക്ക് വർക്കുള്ളൂ. അന്ന് രാവിലെ പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല? ഈ സാഫിലെ ആള് വന്നത് മാത്രമേ ഉള്ളൂ? അതുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചൊന്നുമില്ല. ഈ വീട്ടിലാണോ? ഇവിടെ തന്നെ. ഇത് ശാന്തിനിയുടെ അച്ഛനാണ്. എന്താണ് അച്ഛന് ഈ സമയത്ത് പറയാനുള്ളത്? ഈ ഫിനാൻസുകാരുടെ ഇങ്ങനത്തെ വരവാണോ മകളുടെ ജീവൻ ഇല്ലാതാക്കിയത്? ആണ്. അവര് പറയാറുണ്ടോ മകള് ഇങ്ങനെ? എന്നെ ഒന്ന് ഒരു ദിവസം വീട്ടിൽ കണ്ടായിരുന്നു. മകളല്ല, ഈ ഫൈനാൻസിന്റെ ഒരു ചേച്ചി, എന്റെ നാടിന്റെ ചേച്ചി. എന്റെ നാടെന്ന് പറയുന്നത് ഈ ലോണാണോ? മൈക്രോ ഫിനാൻസിന്റെ ഒരു ചേച്ചി വന്ന് കണ്ടു. അപ്പൊ ഇങ്ങനെ മോളിങ്ങനെ ഇപ്പൊ പൈസ എടുത്തിട്ടുണ്ട്. മോള് ഇടയ്ക്ക് അടയ്ക്കാറുണ്ട്. പക്ഷെ 2-3 പേര് മോക്കടെ പേരിൽ പറഞ്ഞ് പൈസ എടുത്തിട്ടുണ്ട്. അത് അടച്ചിട്ടില്ല. അപ്പൊ 10-15 രൂപയോളം അവർ കുടിശ്ശിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ മോളോട് ഞാൻ പറയാം, അത് വേറെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു വണ്ടി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ബൈക്ക്. അപ്പൊ അതിന്റെ ലോൺ അത് നമ്മൾ കുറച്ച് അടുത്ത് തീർത്തപ്പോൾ നമ്മൾ കൊച്ചിന്റെ കഴുത്തിൽ മാലകൂടി കൊണ്ടുപോയാണ് കഴിഞ്ഞ അടുത്ത മാസത്തിൽ അത് എടുത്ത് ഫിനിഷ് ചെയ്ത് വണ്ടി വിടുന്നത്. അതും വിഷയമില്ല. ഈ മെനിങ്ങാന്ന് പറഞ്ഞ സംഭവത്തില് പുള്ളിക്കാരിയോട് വന്നിട്ട് എല്ലാവരും പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ എന്റെ നാടിന്റെ ആള് പെണ്ണുമ്പോ പറഞ്ഞു തിരിച്ചു വരുമ്പോഴേക്ക് പൈസ കിട്ടണം. അല്ല, ഇസാബിന്റെ ആള് ആ പെണ്ണ് പറഞ്ഞപ്പോ തിരിച്ചു വരുമ്പോഴേക്ക് പൈസ വെച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പൈസ പുള്ളിക്കാരത്തിൽ ഉണ്ടെന്നാണ് പറയണത്. പുള്ളിക്കാരത്തിൽ അടയ്ക്കാൻ പൈസ ഉണ്ടായില്ല. ഏത് ബ്രാഞ്ചിൽ? ബ്രാഞ്ച് പെരുമ്പാവൂരെന്നാണ് പറയണത്. അടയ്ക്കണമെന്ന് പറഞ്ഞ് പോയി. തിരിച്ചു വന്നപ്പോഴാണ് സംഭവം ഇവിടെ ക്ലിയർ ചെയ്തത്. അത് ഈ ആത്മഹത്യ ശ്രമം ഇവിടെ കഴിഞ്ഞു. ഈ സ്ത്രീ തിരിച്ചു വന്നപ്പോ മരിച്ചിരുന്നു. പൈസക്ക് വേണ്ടി തിരിച്ചു വന്നപ്പോ പോലീസ് പരാതി കൊടുത്തില്ലേ? പോലീസ് പരാതി കൊടുക്കില്ല. അത് നമ്മൾ അഴിച്ചുകൊണ്ട് വീട്ടിൽ അവിടെ ഹോസ്പിറ്റൽ ചെന്നപ്പോ തന്നെയാണ് പോലീസുകാരെ വിളിച്ചതും. അവര് ആശ്രിക്കാരാണ് പോലീസ് വിളിച്ചതും. ബാക്കിയുള്ള അന്ന് പരിശോധനയും ഇന്നലെ വൈകുന്നേരം വരെ വന്നിട്ടുണ്ടായിരുന്നു. മോക്കടെ മൊബൈല് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പോലീസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൊച്ചിനെ 2-3 ചതിച്ചാണ്. വേറെ വിഷയം കുടുംബമായിട്ട് വിഷയമൊന്നുമില്ല. ഭാര്യയും ഭർത്താവും എന്റെ കുടുംബമായിട്ട് യാതൊരു വിഷയം എടുക്കത്തില്ല. എന്റെ എന്ന് പറയുന്നത് എന്റെ ബന്ധുക്കളെ വരും.
അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തു മാത്രമേ ഉള്ളൂ. ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ നാത്തൂനും അളിയനും എന്റെ സ്വന്തക്കാരാണ് അവര്. അപ്പൊ കൊച്ചുങ്ങൾ തമ്മിൽ സ്നേഹിച്ചു കഴിഞ്ഞപ്പോ അവരിഷ്ടത്തിന് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു. അത്ര ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഈ ലോണുകാരുടെ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് മാത്രമേ എന്റെ കൊച്ചുണ്ടായിട്ടുള്ളൂ. വേറെ ഒരു വിഷയമില്ല. ഈ പോലീസില് വേറെ ഏതെങ്കിലും പോലീസ് എന്തെങ്കിലും ആർക്കെതിരെ പരാതി അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ പോലീസിൽ? ഇല്ലില്ല, ബാങ്കുകാർക്ക് ആർക്കെതിരെ ഒന്നും പരാതി കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തില്ല. പോലീസുകാർ ചെന്ന് ഈ വിഷയം കാരണം ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഞാൻ പോലീസുകാർ പറഞ്ഞത്. കുറുമ്പടിക്കാൻ നമ്മുടെ സെക്ഷൻ അവിടെ പോയി പോലീസുകാർ ചോദിച്ചപ്പോൾ എല്ലാ കാര്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അവർ വന്നു, അന്വേഷിച്ചു. നമ്മൾ ചോദ്യം ചോദിച്ചു, അളിയോട് ചോദിച്ചു, നാത്തനും ചോദിച്ചു, ഭാര്യ ചോദിച്ചു, കാര്യം നമ്മൾ അയക്കത്താരും എല്ലാവരും ചോദിച്ചു. എല്ലാവരും ഒരേ മറുപടി ഉള്ളൂ. എല്ലാവർക്കും ഒരേ മറുപടി ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ അളിയനും നാത്തനും അയക്കത്താരും എല്ലാവരും മറ്റേ മറുപടി ഉള്ളൂ. വേറെ മറുപടി ഇല്ല. പ്രശ്നം പേര് മാത്രമേ ഉള്ളൂ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ രാവിലെ ഇവിടെ വന്നു. 3 മണിക്ക് മുമ്പേ പണം വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മരിക്കുകയും ചെയ്തു. 3 മണിക്കല്ല, 11 മണിക്ക്. 11 മണിക്ക് ഇവിടെ വന്നു. തിരിച്ചു വരുമ്പോ പണം കിട്ടണമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോ പൈസ കിട്ടണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ലോണുകാരുടെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. അന്ന് ഒറ്റ ദിവസം ഉണ്ടായിട്ടുള്ളൂ. അതിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. അന്ന് ഒറ്റ ദിവസം സംഭവിച്ചു. അതിന്റെ നാണക്കേട് നാണക്കേട് നല്ല കൊച്ചിന് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് അടയ്ക്കാൻ തിരിച്ചു വരുമ്പോൾ പണം കിട്ടുമെന്ന് അവക്കടെ ഉണ്ടായില്ലായിരിക്കും. അതുകൊണ്ടാവാം ചോദിക്കാൻ സമയം പോകാനുള്ള മേലെ അവള് കുളി കഴിഞ്ഞ ഡ്രസ്സുകളെല്ലാം കഴുകിയോട് വെച്ചു. അച്ഛനെ പറഞ്ഞു കടയിൽ പറഞ്ഞു വിട്ടു. അച്ഛൻ ഉണ്ടായിരുന്നു ഇവിടെ. അച്ഛനെ എന്തോ പറഞ്ഞ് കടയിൽ പറഞ്ഞു വിട്ടു. അളിയൻ കടയിൽ പോയി തിരിച്ചു വന്നപ്പോ വാരം അടച്ചിട്ടുണ്ട്. അപ്പൊ അളിയൻ പറഞ്ഞു അവൾ ഉറങ്ങിയായിരിക്കും, ഫോൺ ഞാൻ കിടക്കണില്ല. അപ്പൊ ഇവിടെ ആരും വിളിച്ചു, ശാന്തിനി അതിന് ഇവരും അന്വേഷിക്കല്ലേ. വന്നിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ എടുക്കണില്ല, ഫോൺ എടുക്കണില്ല. എന്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ട് തിരിച്ചു വന്നു, പണിയാൻ പറ്റില്ല എന്ന്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു 10 മണിക്ക് എന്നെ വിളിച്ചായിരുന്നു, ഫോൺ എടുത്തില്ല, അവൾ ഫോൺ എടുക്കണില്ല പറഞ്ഞു. അപ്പൊ ഞങ്ങളത് 10 പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിഷ്ണുവിനെ വിളിച്ചു. വിഷ്ണു ഫോൺ എടുക്കണില്ല. അല്ലെങ്കിൽ ഞാൻ അറിയുന്നത് 2:50 നല്ല ഓർമ്മ. ഞാൻ ഊണ് വെച്ച സമയത്താണ് എന്നെ ഫോൺ വിളിക്കുന്നത്. എന്റെ അനിയൻ ചാത്തനമ്മ വിളിക്കാണ്, ചേട്ടാ നമുക്ക് പെരുമ്പാവൂർ വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല എന്തിനാന്നുള്ളത്. പോയവരാണ് ഇവർ മരിച്ച കാര്യങ്ങളും എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ. അന്നോടാണ് ഞാൻ ഈ വിവരം അറിയണത്. ഞാൻ കറക്റ്റ് ശരിക്കും അറിയണത് 3 മണിക്കാണ് സംഭവം അറിയണത്. 15 മണിക്ക് 15 നടന്ന സംഭവം ഞാൻ അറിയണത് 3 മണിക്കാണ്. അപ്പൊ എല്ലാവരും അറിഞ്ഞു, എന്റെ അയൽക്കാരെ മുഴുവൻ അറിഞ്ഞു. പക്ഷെ എന്നെ അറിയിച്ചില്ല എന്നുള്ള വിഷയം വേറെ ഒന്നുമല്ല കേട്ടോ. വിഷമം കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, അത്രേ ഉള്ളൂ. വിഷയം വേറെ ഒന്നുമില്ല. എന്റെ കുടുംബമായിട്ടുള്ള പ്രശ്നമില്ല. എന്തായാലും ഈ മൈക്രോ ഫിനാൻസുകാരുടെ ഒരു കടന്നുകയറ്റം അത് ഒരുപാട് കുടുംബങ്ങളുടെ ജീവൻ എടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ 2 കുഞ്ഞു മക്കളുണ്ട്. അവർക്കാണ് അവരുടെ അമ്മയാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ കൃത്യമായ അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം കുടുംബവുമായിട്ട് ശാന്തിനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. നല്ല സന്തോഷത്തോടെയാണ് കഴിഞ്ഞു പോയത്. ഈ മൈക്രോ ഫിനാൻസുകാരുടെ വരവ്, അവർ ലോണിന്റെ കെടുക്കൾ ചോദിച്ചുകൊണ്ടുള്ള വരവാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും അതിൽ കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ക്യാമറാമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.